എൻ്റെ പുറകിൽ കാണുന്ന ബേപ്പൂരിനെയും ഞാനിപ്പോഴുള്ള ചാലിയത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ജങ്കാർ സർവീസ് നിലച്ചിട്ട് മാസങ്ങളായി. ഈ ജെട്ടിയുടെ തകരാറാണ് ജങ്കാർ സർവീസ് നിലയ്ക്കാൻ കാരണമെന്നാണ് ഔദ്യോഗികമായി ഈ കരാറെടുത്ത കമ്പനി നൽകുന്ന വിശദീകരണം. കടലുണ്ടി പഞ്ചായത്തിനാണ് ജങ്കാർ സർവീസിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം. ലേലം പിടിച്ച കരാർ കമ്പനി ഇപ്പോൾ ജങ്കാറിന് പകരം ബോട്ടിറക്കിയിരിക്കുകയാണ്. കാര്യം ബോട്ട് ചെട്ടിയുടെ അപകടാവസ്ഥ. ഇവിടുന്ന് ഈ എൻഡ് മുതൽ ആ എൻഡ് വരെ 3 മീറ്റർ ഉണ്ട്. ഈ 3 മീറ്ററിൽ ഇതാ ആ ഒരു കമ്പിയ ഇത് വരുന്നത്. പിന്നെ വരുന്നത് ഈ എൻഡിലൊരു കമ്പിയാണ്. ഈ കമ്പിൻ്റെ എത്ര ഇഞ്ച് ഉണ്ടാവുന്നത്, എത്ര കനുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാനോ. ഇതാ ഈ 3 മീറ്ററിൽ വരുന്നത് ആകെ 2 കമ്പിയാണ്. ഇത് കോൺക്രീറ്റ് പൂർണ്ണമായിട്ട് ഈ കോൺട്രാക്റ്റുകാരും പഞ്ചായത്ത് അധികൃതരും കൂടിയുള്ള അഴിമതിയാണ്. ജെട്ടി നിർമ്മിച്ച കാലം മുതൽ പോരായ്മകൾ ഏറെയാണ്. പലകുറി സർവീസ് നിർത്തിവെക്കേണ്ടി വന്നു. അപ്പോഴൊക്കെ താൽക്കാലിക പരിഹാരങ്ങൾ മാത്രം കണ്ടു. പഞ്ചായത്തിൽ സംസാരിച്ച് ഇവിടെ സമരം കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ പോലെ അതിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞ് 20 ലക്ഷത്തിന് പദ്ധതി നടക്കുന്നുണ്ട്. വേറെ 12 മീറ്റർ ആയം 10 മീറ്റർ നീളത്തിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഒരു കാര്യങ്ങളൊന്നും കാണില്ല. അടുത്തിടെയാണ് ചാലിയം ബീച്ച് നവീകരിച്ചതും ബേപ്പൂർ ബീച്ച് കൂടുതൽ മനോഹരമാക്കിയതും. ഇത് കാണാൻ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ മതിയായ യാത്രാ സൗകര്യമില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ്. ടൂറിസം വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമാണ്. ഒരുപാട് ടൂറിസം സാധ്യതകളുള്ള പ്രദേശമാണ്. എത്രയും വേഗത്തിൽ ഈ 2 ജെട്ടികളും പ്രവർത്തനക്ഷമമാക്കിയാൽ ഒരുപാട് യാത്രക്കാർക്ക് അത് അനുഗ്രഹമാകും. നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് കടന്നു വരാൻ അത് വഴിയൊരുക്കുകയും ചെയ്യും.